നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തെ തുടർന്ന് വലിയ രീതിയിൽ പുകയുയരുകയും അതിനുശേഷം രോഗികളെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ പ്രതിപക്ഷ സംഘടനകൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. BJPയും മുസ്ലിം യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നതിന്റെ വിവിധ ദൃശ്യങ്ങൾ. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്നത്. ഇത് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഉദ്ദേശം 37ഓളം പേരെയാണ് വിവിധ ആശുപത്രികളിലേക്കായിട്ട് മാറ്റിയിട്ടുള്ളത്. ഇതിൽ 5 പേർ മരണപ്പെട്ടിരുന്നു. UPSൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിൽ പുകയുയർന്നതിന് കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ത് തന്നെയായാലും 5 പേരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഈ മരണത്തിന് ഇതുമായി ബന്ധമില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. എന്നാൽ ഈ വാദത്തിൽ കഴമ്പില്ല എന്നാണ് ഇപ്പോൾ പ്രതിഷേധം നടത്തിയ സംഘടനകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. BJPയുടെയും മുസ്ലിം യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകളുടെയും പ്രവർത്തകരാണ് ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ ഉപരോധിച്ചുകൊണ്ട് സമരം നടത്തിയത്. മലബാറിലെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ആയിരക്കണക്കിന് രോഗികൾ എത്തിച്ചേരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലുള്ള അത്യാഹിതം സംഭവിച്ചത് വലിയ ആശങ്കയാണ് ജനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ പ്രതിഷേധവും ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം അലയടിക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ ഒരു അനാസ്ഥയാണ് ഇതിന് കാരണമെന്നുള്ളതാണ് പ്രതിഷേധക്കാരെല്ലാവരും തന്നെ ഉയർത്തി കാണിക്കുന്ന മറ്റൊരു കാര്യം. ആരോഗ്യവകുപ്പ് സ്വകാര്യ ലോബികൾക്ക് വേണ്ടി ഇത്തരത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം. എന്ത് തന്നെയായാലും പ്രതിഷേധക്കാരെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇത് സംബന്ധിച്ച് വലിയ അന്വേഷണങ്ങൾ ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങളിലേക്ക് വലിയ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.